രക്ഷപ്പെട്ടു. ഈ സന്തോഷം അവളെ ഒന്ന് വിളിച്ചറിയിക്കണം. ഹലോ രമ്യ, എടി ഇന്ന് ഇഷ്ടം പോലെ പേഷ്യൻ്റ് ഉണ്ട്. ഭയങ്കര ഇവിടെ വന്ന് കിടന്നുണ്ട്. രക്ഷപ്പെട്ടെന്ന്. നമ്മുടെ ലോൺ എത്ര അടയ്ക്കാനുള്ളത്? 2000 രൂപയോ? 2000 രൂപയ്ക്കുള്ള വകുപ്പ് കാണുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു പൂച്ചയ്ക്ക് 40 രൂപയ്ക്കുള്ള എങ്ങനെ മേടിക്കുന്നേ? 10 പൂച്ച തന്നെ പറ്റിയാൽ 400 രൂപയല്ലേ ആകത്തുള്ളൂ. പിന്നെ പശു കോഴി അതൊക്കെ എന്തിൻ്റെയൊക്കെ വല്ല കേൾക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് കൊയ്ത്തായിരുന്നു. ഓക്കെ ഇന്നത്തെ കാര്യം ഏതായാലും രക്ഷപ്പെട്ടു. കുറേ ജീവികളുണ്ട്. എന്താണ് സംഭവം? ഹലോ ഹലോ ഡോക്ടറെ ഇങ്ങോട്ട് വന്നാണ്. എന്ത് പറ്റി? പട്ടി ഉണ്ടല്ലോ, ചിരട്ട കടിച്ചോണ്ടങ്ങ് പോയി. അതിനെന്താ വേറെ ചിരട്ട കൊണ്ട് വെക്കണം? എന്തോ പ്രശ്നം? എന്റെ മുട്ടിന്റെ ചിരട്ടയും കടിച്ചോണ്ട് ഒരു പട്ടി അങ്ങ് പോയെന്ന്. ഞാൻ ചോദിക്കുന്നത് അതിനിപ്പോ നീ ഇങ്ങോട്ട് വന്ന് കയറി എന്റെ ഉദ്ദേശം അതെന്താന്നറിയാമോ? ഈ പട്ടി എന്നെ വെറുതെ കടിക്കൂല. നീ അപ്പൊ എന്തോ എന്നെ കാണിച്ചിട്ടുണ്ട്. അതായത് 12 years ബാക്ക് സൈഡ് നോ സ്ട്രേറ്റിംഗ്, ഐ വിൽ ട്രൈ അഗൈൻ. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. അതായത് 12 കാലവും കുഴലിട്ടാ നൂരത്തില്ലെന്ന് പറഞ്ഞ വാലെ നീ അത് കയറ്റിയിട്ട് ശ്രമിച്ചു. അപ്പൊ പട്ടി നിന്നെ കടിച്ചു. അതിപ്പോ ഈ സമീറ്റ് പറഞ്ഞാൽ? ഈ സമീറ്റ് എന്ന് വെച്ചാ ഈ സമീറ്റ് പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? ഈ സമയത്ത് എന്നാണോ ഉദ്ദേശിച്ചത്? അത് തന്നെ. അതെന്താന്നറിയാമോ? സാധാരണ ഈ അസുഖം കൊണ്ട് വന്ന് നമ്മളൊരു വൈദ്യനുണ്ട്. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷമിറക്കുന്ന ഒരു വൈദ്യനാണ്. അതുകൊണ്ട് പുള്ളി അവിടെ ഇല്ല. വേണ്ട, ഞാൻ കേട്ടെ. ഏത് പട്ടിയാ കടിച്ചത്? കടിച്ച പട്ടിയെടുത്ത് പേര് ചോദിച്ചില്ല. പേരല്ലെന്ന് ഞാൻ ചോദിച്ചത്. വളർത്തു പട്ടിയാണോ അതോ തിരുനാവായല്ലോ തെരുവുനായാണോ ഏതാണെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് അറിഞ്ഞൂടാ, ഏതോ ഒരു പട്ടിയാണ് കടിച്ചോ? കടിച്ച്. നമുക്ക് നോക്കാം. എന്തായാലും ഒരു കാര്യം ചെയ്യ്. എവിടെ കടിച്ചത്? ഇവിടെ മുട്ടില്. മുട്ടില്ല. നോക്കാമേ. മുട്ടി നോക്ക്. മുട്ടിനാക്കല. ഞാൻ ആരാ നീ 10 വന്ന് കിടക്കണം. മുട്ടി നോക്കല. നീ അല്ലേ മൂക്കി തൊറ. നീ മൂക്കിത്തൊട്. മുട്ടി നോക്കല. നീ എന്താ മുട്ടാത്തെ? അതല്ല, പട്ടി മുട്ടിലാണല്ലോ കടിച്ചത്. മുട്ടിലോ? അപ്പൊ മുട്ടിലൊന്ന് നോക്കേ. മുട്ടിലോ? ഇത് ഇവിടാന്ന് കടിച്ചത്. അയ്യോ, ഇതിപ്പോ നല്ലൊരു മുറി വന്നിട്ട് പോനെ. ഒരു കാര്യം ചെയ്യ്, ഞാൻ മറ്റു മരുന്നിനെ കുറിച്ചും കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, നീ അവിടെ ഇരിക്കേ. എനിക്ക് കടിച്ച പട്ടി ഒന്ന് വിളിച്ചു വരുത്തണേ. അതൊന്നും നടക്കുന്ന കേസല്ല മോനെ. ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി, കൊച്ചു മരുന്നുകളേ ഉള്ളൂ നമ്മുടെ കസ്റ്റഡിയില്. അപ്പൊ ആദ്യം പറ്റിച്ചിട്ട് എടുക്കണേ. അങ്ങനെ ഒരുത്തരെയും പറ്റിച്ചിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. എന്റെ വീട്ടുകാർ എന്നെ അങ്ങനെ അല്ല വളർത്തിയിരിക്കുന്നത്. പറ്റിച്ചിട്ടല്ല, പിന്നെ പട്ടിച്ചീട്ട് അതെടുക്കണം. പട്ടിയല്ലേ കടിച്ചത്? അപ്പൊ ആദ്യം പേരെന്ന് പറയൂ. കൈസർ. പട്ടിയുടെ അല്ലെന്ന്. പിന്നെ നിന്റെ പേര് പറ. എന്റെ പേരാണോ ചോദിച്ചത്? വേണൂടി. വയസ്സ് 35. 35 വയസ്സുണ്ട് ആ പട്ടിക്ക്. പട്ടിയുടെ വയസ്സ് പറ. പട്ടിയുടെ ഒരു 4.5 ആയി കാണും. അയ്യോ, ചായ കുടിച്ചില്ലല്ലോ. എവിടെ പോവാ? 4.5 ആയല്ലോ. അതല്ലെന്ന്, ഈ പട്ടിക്ക് ഒരു 4.5 വയസ്സ് കാണും. ആ പട്ടിക്കോ 4.5 വയസ്സ്? ഞാൻ ചോദിക്കട്ടെ, പൊക്കളുണ്ടോ? ഞാൻ അറിഞ്ഞില്ല, കാരണം ഇത് കടിച്ചിട്ട് ഓടുവായിരുന്നു. ഞാൻ നോക്കിയിരുന്നേ. പട്ടിക്ക് പൊക്കളുണ്ടോ? നിനക്ക് പൊക്കളുണ്ടോന്ന് അതും ചോദിക്കട്ടെ. എനിക്ക് പൊക്കളുണ്ടെന്ന് എന്തിനാ ചോദിക്കുന്നത്? ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കണ്ടേ? കാരണം ഈ കുത്തിവെപ്പിന് ചുറ്റും പൊക്കളുണ്ട്. പൊക്കളിന് ചുറ്റും കുത്തിവെപ്പുണ്ട്. ആണോ? അപ്പൊ അതെടുക്കണ്ടേ? അതിന് പൊക്കളുണ്ടോന്നാ ചോദിച്ചത്. യോ, എനിക്ക് പൊക്കളില്ല. ഇന്നലെ കൂടെ ഉണ്ടായിരുന്നു. അയ്യോ, എനിക്ക് അറിഞ്ഞോ എനിക്ക് പൊക്കളില്ല. എന്തുവാടാ മൊണ്ണെ? എന്തുവാ ഇത്? ഞാൻ വീഴ്ച കാണാതെ പോയെന്ന്. എനിക്കറിയാലോ, പൊക്കളില്ലാതെ വരത്തില്ല. എവിടെ പോണോ? നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു ജനറൽ ഹോസ്പിറ്റലിൽ പോണം. പോയിട്ട് അവിടുന്ന് ഒരു ഗുളിക തരും. അത് കഴിക്കണം. അത് തന്നെ കുത്തിവെപ്പ് എടുക്കണേ നീ പോണം. ഞാൻ പോണല്ലേ? പോകാൻ പറ്റത്തില്ല. അയ്യോ, വീട്ടിലാരുണ്ട്? അനിയനുണ്ട്. അപ്പൊ പൊക്കൾ അവന്റെ കൊടുത്തു വിട്. അതൊന്നും പറ്റത്തില്ല. അതാ പറ്റത്തില്ല, നിനക്കറിയാവേ. അപ്പൊ നീ പോണം. ഞാൻ പോവാം.